സ്വർണ്ണ കവർച്ചയിലെ VSSC പരിശോധനാ ഫലത്തിൽ ആശയക്കുഴപ്പം. കട്ടിളപ്പാളികൾ അപ്പാടെ മാറ്റിയിട്ടില്ലെന്ന് VSSC പരിശോധനാ ഫലം. പൂറ്റി തിരികെ എത്തിച്ചത് പഴയ പാളികൾ തന്നെയെന്ന് VSSC ശാസ്ത്രജ്ഞരുടെ മൊഴി. കവർന്നത് പാളിയിലുള്ള സ്വർണം. പൂറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച പാളികളിലെ സ്വർണം ഗണ്യമായി കുറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് കേസിന് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ്. MS വീണ ചേരുന്ന വിവരങ്ങളുമായി. വീണ, സ്വർണ്ണ കവർച്ചയിലെ VSSC പരിശോധനാ ഫലത്തിൽ ആശയക്കുഴപ്പം നിഴലിക്കുന്നുണ്ടല്ലോ. എന്തെല്ലാം കാര്യങ്ങളിലാണ് അത്തരത്തിലുള്ളൊരു അവ്യക്തത ഉണ്ടായത്? രോഹിണി, ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശയക്കുഴപ്പം SIT സംഘത്തെ അലക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ സ്വർണത്തിൻ്റെ അളവ് സംബന്ധിച്ച്, അതായത് പഴയ സ്വർണ്ണമാണോ പുതിയ സ്വർണ്ണമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതിൽ അളവ് കുറഞ്ഞു എന്നുള്ള കാര്യത്തിൽ, അതായത് കവർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് VSSCയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഉറപ്പുള്ളത്. എന്നാൽ പഴയ സ്വർണ്ണമാണോ പുതിയ സ്വർണ്ണമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു കണ്ടെത്തലുകളിലേക്ക് കഴിഞ്ഞില്ല. ഈ റിപ്പോർട്ടുമായി കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ SIT സംഘത്തിന് തിരിച്ചടിയാകുമെന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള കട്ടളപ്പാളി കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടുവാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. SIT സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. മാത്രമല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന കാര്യം കൂടിയാണ്. കാരണം ഈ VSSCയിലെ ശാസ്ത്രജ്ഞന്മാരുടെ പരിശോധനാ ഫലം ഏറെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുന്നത് 2 ദിവസം മുമ്പ് തന്നെ SIT സംഘം ആരംഭിച്ചതുമാണ്. എന്നാൽ കൃത്യമായി ഇതിലൊരു അളവ് കുറഞ്ഞു അല്ലെങ്കിൽ മോഷണം ഉണ്ടായോ, അതിൻ്റെ അളവ് എന്താണ്, കൃത്യമായിട്ട് ആ ഒരു സ്വർണത്തിൻ്റെ അളവ് കുറഞ്ഞതിനെ സംബന്ധിച്ച് കൃത്യമായൊരു കണക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതാണ് തിരിച്ചടിക്ക് കാരണമാകുന്നത്. അത് വലിയ തരത്തിൽ അന്വേഷണ സംഘത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. കാരണം ഈ പൂശിയതിൽ നിന്നുള്ള സ്വർണ്ണമാണ് പോയതെന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ അളവ് എങ്ങനെയാണ്, ആ മോഷണത്തിൻ്റെ തോത് അത് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കാത്തതും അത് തിരിച്ചടിക്ക് കാരണമാകുന്നുണ്ട്. കാരണം ഈ ഒരു മൊഴി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു തെളിവ് നിൽക്കുന്നതിനാൽ സാഹചര്യത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കമുള്ളവരുടെ മൊഴി എടുക്കേണ്ടി വരും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആദ്യത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം ലഭിച്ചൊരു സാഹചര്യമുണ്ട്. മറ്റു പ്രതികൾക്ക്, മുരാരി ബാബു പോലുള്ള പ്രതികൾ ജാമ്യം ഒരു സാഹചര്യം കൂടിയുണ്ട്. EDയുടെ അന്വേഷണ പരിധിയിലേക്ക് കേസ് എത്തുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ED അതിൻ്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ കോടതിയുടെ ഭാഗത്തേക്ക്, അതായത് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ ഒരു തെളിവായി അത് കോടതിക്ക് മുന്നിലേക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞാൽ അത് SIT സംഘത്തിന് കൂടുതൽ ബലക്കിൽ അത് തിരിച്ചടിയാകുമെന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. അതായത് തെളിവുകളുടെ അപര്യാപ്തത പ്രതികൾക്ക് രക്ഷപ്പെടുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും നിർണായകമായി കണ്ടത് ഈ VSSCയിലെ ശാസ്ത്രജ്ഞന്മാരുടെ പരിശോധനാ ഫലമാണ്. ആ പരിശോധനാ ഫലമാണ് ഇപ്പോൾ SIT സംഘത്തെ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. രോഹിണി, ശരി. MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.